പറഞ്ഞിരുന്നു ഫുള്ളും. അതായത് ചേച്ചിയുടെ മനസ്സിലായില്ല സാർ. പുള്ളിക്കാരി പറഞ്ഞത് എക്സാക്ട്ലി ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ചേച്ചിയുടെ ഫീലിങ്സ് അല്ലെ ചേച്ചി അനുഭവിച്ചതിൻ്റെ ഒരു 1% അല്ലെങ്കിൽ ഒരു 5% മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ഇടയ്ക്ക് അഖിൽമാരാർ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ഉൾപ്പെടെ അതിന് ഇത് ചെയ്തു, എഗ്നിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്, അനുഭവം എല്ലാവർക്കും ഒരുപോലെയാണ്, നിങ്ങളെല്ലാം മീൻസ് ഭർത്താവ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, ഒരിക്കലും അത് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സ്ത്രീയെന്നല്ല പുരുഷനായാലും ഓരോരുത്തരുടെ അനുഭവം ഓരോന്നായിരിക്കും. അതിൽ ശോഭ ചേച്ചി ഒറ്റയ്ക്ക് നിന്നാണ് ഫൈറ്റ് ചെയ്തത്. ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഒറ്റയ്ക്ക്, വേറെ അധികം സപ്പോർട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ. മെൻ്റലി അത്രയും സ്ട്രോങ് അല്ലാത്ത ഒരാൾക്ക് ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ മുന്നോട്ട് വരാൻ പറ്റില്ല. അതിപ്പോൾ ഞാനാണെങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് പുള്ളിക്കാരി പറയുന്ന ഡയലോഗാണ്, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളാണ് നമ്മുടെ വിധി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിക്ക്. അപ്പോൾ പുള്ളിക്കാരി അത്രയും മോട്ടിവേഷൻ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരിയും അതനുസരിച്ചിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഗുരു എന്നുള്ള രീതിക്കൊക്കെ കാണുന്നത് പുള്ളിക്കാരിയെ തന്നെയാണ്. അതിപ്പോൾ ബിസിനസ് സൈഡിലാണെങ്കിൽ പോലും ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ആ ബിസിനസ് കൊണ്ട് മറ്റൊരാൾക്കൊരു പ്രയോജനം ഉണ്ടാവണം. അല്ലാതെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കില്ല, ഒരു നല്ലൊരു ലെവലിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് ഒരു ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും വേറൊരു ലെവലിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കാഴ്ചപ്പാടിൽ ബിസിനസ് എന്ന് പറഞ്ഞ് ചേച്ചി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നേ പറയുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇപ്പോൾ ഈ ഒരു ബിസിനസ് ലെവലല്ല. പുള്ളിക്കാരി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു ഇതുണ്ട്, വ്യൂവേഴ്സിന് ലൂം ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളൊരു 1 rupee ലൂം എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഭൂമികയുടെ കെയർ ഓഫിൽ തന്നെ വീട് വെച്ച് കൊടുക്കാനുള്ള പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികളെ റെസ്ക്യൂ ചെയ്തെടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാർ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളിലാണ്. അതാണ് നമുക്ക് ചേച്ചിയുടെ സൈഡിൽ കണ്ടിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ഫേക്കായിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളവിടെ കാണുന്നതും ചേച്ചി ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായും ചോദിക്കാറുണ്ട്. ഇപ്പം ആക്ച്വലി ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാതെ നിന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് എനിക്കൊരു സംരംഭം തുടങ്ങണം, എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ള ഡൗട്ടിൽ ഞാൻ നിന്ന സമയത്ത് പുള്ളിക്കാരി ഒരു ദിവസം ഒരു 2 മണിക്കൂർ എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് ക്ലിയറായി എനിക്കെന്തൊക്കെ വേണം, ഞാൻ എന്താകണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചേച്ചി പുറത്തെടുത്ത് അത് ക്ലിയർ ചെയ്തു. ഞാനിപ്പോൾ എൻ്റെ ഒരു സംരംഭത്തിൻ്റെ പുറകിലാണ്, അതിൻ്റെ വർക്കിലാണ്. അത് ചെയ്യാനുള്ള ഫുൾ സപ്പോർട്ടും ചേച്ചി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്, ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഇവിടെ ഉള്ള ഓരോരുത്തർക്കും അത് കൊടുത്തിട്ടുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്, ഇനി കൊടുക്കുകയും ചെയ്യുന്നു തന്നെയാണ്. അപ്പോൾ ചേച്ചിയുടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നന്നായിരിക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ലക്ഷ്യം. ഇത് കാണുന്ന പ്രേക്ഷകരോട് ശോഭയ്ക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? ശോഭ ചേച്ചിക്ക് വേണ്ടി പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നന്നായിട്ട് ഒരാളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവർ വിശ്വസിക്കുക. അത് നമ്മൾ ആദ്യം ഒരു കാണുന്ന മുഖംമൂടി അല്ല അവിടെ ഉള്ളവരെല്ലാവരും, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പോലും നമ്മൾ ഒരാളെ നന്നായിട്ട് അവർ കാണിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വേറെ രീതിക്ക്. സോ ബേസിക്കായിട്ട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ
100% ഒറിജിനലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നവരെ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അവരെ വിന്നറാക്കാനായിട്ടുള്ള വോട്ടിംഗ് ആണെങ്കിലും സപ്പോർട്ടിങ് ആണെങ്കിലും ഒക്കെ ചെയ്യുക. സപ്പോസ് അല്ല ചേച്ചി, എനിക്ക് വിന്നറാവുക. അതങ്ങനെ തന്നെ ആയിരിക്കും. വീവേഴ്സ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 10 വർഷമായി. ഇത് 10ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മൾ 10ാമത്തെ വർഷത്തിൻ്റെ ആഘോഷം പ്ലാൻ ചെയ്യുകയായിരുന്നു ചേച്ചിയും നമ്മളും എല്ലാവരും കൂടി. അപ്പോഴാണ് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടി അങ്ങോട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ഇനി ചേച്ചിയുടെ ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടിയതും നമ്മുടെ 10ാമത്തെ വർഷത്തെ ആനിവേഴ്സറി സെലിബ്രേഷനും കൂടെ ഒരുമിച്ച് നടത്താം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. 10 വർഷം മുമ്പ് രമ്യ സമ്പത്ത് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഫ്രണ്ടും ശോഭ ചേച്ചിയും കൂടി അവരുടെ ഗോൾഡ് പണയം വെച്ചിട്ടൊക്കെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയും പാഷനേറ്റഡ് ആയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണിത്. നെയ്ത്ത് തൊഴിലാളികളെ അല്ലെങ്കിൽ നെയ്ത്ത് മേഖലയെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അതുതന്നെയാണ് അവരിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലരാമപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നെയ്ത്തുകാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുണികളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ല ഡിസൈനേഴ്സ് ഉണ്ട്. നമ്മൾ വേൾഡ് ഫേമസ് ആയ ഡിസൈനേഴ്സ് വരെ ഉണ്ട്. ശോഭ ചേച്ചി ഓൾസോ ഡിസൈനർ, ഗ്രേറ്റ് ഡിസൈനർ. അതുപോലെ രമ്യ ചേച്ചിയും ഡിസൈനറാണ്. പുള്ളിക്കാരി NID കഴിഞ്ഞിട്ട് ചെയ്ത ഡിസൈനറാണ്. അപ്പോൾ ഇവർ ഒരു ഡിസൈനിങ് ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പ്രകടനം ആണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി അവിടെ. സ്ട്രഗ്ലിങ് എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇവിടെ പുറത്ത് സ്ട്രഗിൾ ചെയ്ത് അതുപോലെ തന്നെ പുള്ളിക്കാരി അകത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും തളരുന്നില്ല. പുള്ളിക്കാരി തന്നെ നല്ല രീതിക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് പുള്ളിക്കാരുടെ ഫുൾ പവറോടുകൂടി കളിച്ച് 101% പുള്ളിക്കാരി അതിൽ എഫേർട്ട് ഇട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് കാണുന്നുണ്ട്. അതിൽ വളരെ സന്തോഷവും അതുപോലെ വിഷമവും ഉണ്ട്. കാരണം പുള്ളിക്കാരി അതിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചേച്ചിയെ വിഷമിക്കുന്നതും കരയുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്കും അത് വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ലക്ഷ്യം ബിഗ് ബോസിനായതുകൊണ്ട് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 100% വിശ്വസിക്കുന്നു ചേച്ചി വിന്നറാവും. വിന്നറായിട്ട് വരുമ്പോൾ കൊടുക്കാനുള്ള സർപ്രൈസ് വരെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വിജയിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ അല്ലല്ല, അത് നമ്മൾ സർപ്രൈസാണ്. ചേച്ചി വരുമ്പോൾ കാണിക്കാമെന്ന്. അതെ, ഞങ്ങളെല്ലാവരുടെയും ടീമായിട്ട് തന്നെ നമ്മൾ സർപ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായും, അത് ഒരു ഡൗട്ടില്ല. ചേച്ചി നമ്മളോടൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഒരു ഫേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്വഭാവം മാറ്റം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അടുത്തൊക്കെ എങ്ങനെയാണോ നിൽക്കുന്നത്, പുറത്തുള്ളവർക്ക് എങ്ങനെയാണോ നിൽക്കുന്നത്, അതുപോലെ 100% ഒറിജിനലായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫേക്ക് ഫേസ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം കറക്റ്റ്. പുള്ളിക്കാരി എങ്ങനെയാണോ നമ്മളോടൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്, ഞങ്ങളോടൊക്കെ എങ്ങനെയാണോ കമാൻഡ് ചെയ്യുന്നത്, നമ്മളോടൊക്കെ എങ്ങനെയാണോ സ്നേഹത്തോടെ നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് അവിടെയും ഞങ്ങൾ കാണുന്നത്. അങ്ങനെ തന്നെയാണ്. ഒറിജിനലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് നമ്മളോടും പെരുമാറുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് സ്വന്തം ചേച്ചി തന്നെയാണ്. അത്രയും സ്നേഹമാണ്. നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചേച്ചി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇത്രയും പേര് ചേർന്നിട്ടാണ്, എന്നുവെച്ചാൽ പുള്ളിക്കാരി ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്.
സ്ഥാപനമൊന്നും പറയാൻ പറ്റില്ല എന്ന് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ കുഞ്ഞെന്നാണ് പറയുക US വില്ലേജ്. അപ്പോൾ ആ കുഞ്ഞിനെ നമ്മളിപ്പം അടക്കി കൊണ്ടുപോകാൻ കുറേ പാടുപെടുന്നുണ്ട്. കാരണം കുറേ പേരുണ്ട്, എന്നാൽ പോലും നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരി ഇതെങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും കാലം ഒരു 10 വർഷം കൊണ്ടുപോയതെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും അന്തം വിട്ടിരിക്കുകയാണ്. ബിഗ് ബോസിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു. ബിഗ് ബോസിലൊക്കെ ദേഷ്യം വരാറുണ്ട്, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ കാണിക്കാറുണ്ടോ? ദേഷ്യം വരാറുണ്ട്, അതുപോലെ നമ്മളെത്തും ദേഷ്യപ്പെടാറുണ്ട്, ഞങ്ങളെയും ദേഷ്യപ്പെടാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. അത് കുറച്ച് നേരത്തേക്കാണ്. പുള്ളിക്ക് അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളിപ്പം വീട്ടിൽ അമ്മയും ചേച്ചിയും ഒക്കെ വഴക്കുണ്ടാക്കുമല്ലോ, അത്രേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും, പറയും. ഉള്ളിലൊന്നും വച്ചിട്ടുണ്ടാവില്ല പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോൾവ് ആവും. എടാ സോറി, അല്ലെങ്കിൽ എടാ ഞാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് സോൾവ് ആയി പോകും. അങ്ങനെ ഒന്നും മനസ്സിലൊന്ന് വച്ചിട്ട് ഒന്ന് പെരുമാറി മറ്റൊരാളെ ഫേക്കായിട്ട് ചിത്രീകരിക്കാറില്ല പുള്ളിക്കാരി. എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് ഓപ്പണപ്പായിട്ട് പറയും. ആക്ച്വലി നമ്മൾ ആ സമയത്ത് ഭയങ്കര ഇൻവോൾവ് അല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ കാണുന്നും അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സാധാരണ ആരാണെങ്കിലും, സാധാരണ ഒരു സ്ത്രീകൾ ആരാണെങ്കിലും, സ്ത്രീകളെന്നല്ല പുരുഷന്മാരാണെങ്കിൽ പോലും ഇത്രയും സ്റ്റിക്ക് ബോണായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു നോൺ ബെയിലബിൾ ആണ് കേസ്, കൂടെ നിന്ന ആൾക്കാർ തന്നെ ചതിക്കുകയാണ്. അപ്പോൾ എങ്ങനെ അത് മെൻ്റലി നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുപോലെ സാമൂഹികമായിട്ടും ഒരു സ്ത്രീ കഞ്ചാവ് കേസ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ പിന്നെ സമൂഹത്തിലുള്ളവർ അവരെങ്ങനെയായിരിക്കും കാണുക. പക്ഷെ അതിൽ നിന്നൊക്കെ പുള്ളിക്കാരി എന്താ പറയുക, ഫിനിക്സ് പക്ഷിയെ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു കൂസലുമില്ല പുള്ളിക്കാരി. അത് കേസ് ഒത്തുതീർക്കുമ്പോൾ പറ്റില്ല, എനിക്കത് നീതി വേണം എന്നുള്ള ഉറപ്പിച്ച് നിന്നാണ് പുള്ളിക്കാരി അത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒത്തുതീർപ്പെന്ന് പറഞ്ഞ് പലരും വന്നിട്ടുണ്ടായിരുന്നു. ഒത്തുതീർക്കണ്ട, നിങ്ങൾ കണ്ടുപിടിക്കുക ആരാണ് സത്യം, ഞാനാണ് ഉത്തരവാദിയെങ്കിൽ ഞാനതിന് റെഡിയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരി. അപ്പം അത്രയും എന്താണ് അയൺ ലേഡി ആയിട്ട് നിൽക്കുന്നൊരു സ്ത്രീ തന്നെയാണ്. ഒബ്വിയസ്ലി നമ്മൾ കാഴ്ചപ്പാടിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ കാണുന്നത് ഫസ്റ്റ് വൺ ആൻഡ് ഓൺലി ശോഭ വിശ്വനാഥ് തന്നെയാണ്. പിന്നെ ബാക്കി കണ്ടസ്റ്റൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ അതിൽ എത്രത്തോളം അവർ ഒറിജിനലാണെന്നുള്ളത് നമുക്ക് അറിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഗ്രൂപ്പിസം നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ 2-3 ഗ്രൂപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഗ്രൂപ്പിൽ ഒന്നും തന്നെ ശോഭ ചേച്ചി വരുന്നില്ല എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അതൊന്നാമത്തെ കാര്യം. പുള്ളിക്കാരി ഒറ്റയ്ക്ക് നിന്നാണ് ഇപ്പോൾ ഇതുവരെയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നതും ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പല കാര്യങ്ങളിലും പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുന്നുണ്ട്. അതിപ്പോൾ ടാസ്കിൻ്റെ കാര്യമാണെങ്കിലും ശരി, അഭിപ്രായങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഗ്രൂപ്പിസം കളിക്കുന്നു എന്നാണ് ഞാൻ പേഴ്സണലി കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലധികം വേറെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം ഇല്ല. താങ്കൾ ഈ പറഞ്ഞത് പല മത്സരാർത്ഥികളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ശോഭയെ ഫേവർ ചെയ്താണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞാനൊരു നിഷ്പക്ഷമായിട്ട്, ഞാനിപ്പോൾ ബിഗ് ബോസ് 5 സീസണും കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ ഫസ്റ്റ് സീസൺ തൊട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവരെല്ലാവരും ഏകദേശം ഗ്രൂപ്പുകളാണ്, 1-2 പേരൊഴിച്ച് അല്ലാതെ ബാക്കി എല്ലാവരും ഏകദേശം ഗ്രൂപ്പ്സാണ്. അതിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹതാപവും അല്ലെങ്കിൽ കണ്ണീരും ഒക്കെ കാണിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ശോഭ ചേച്ചി കരയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്കാരി അത്രയും ഹേർട്ട് ചെയ്താൽ മാത്രം, അതും വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് കരയുന്നതല്ല. പുള്ളിക്കാരി അതെങ്കിലും മൂലയ്ക്ക് പോയിട്ടൊന്ന് കരയോ അങ്ങനെയെങ്കിലും ആയിരിക്കും. തീർച്ചയായും നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് ചേച്ചിക്ക് ഒരു വിഷമം എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാവും കൂടെ. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സങ്കടം ഉണ്ടാവും. എന്തായാലും ഞങ്ങളാരും തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ ആർമി തന്നെ നേരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവിടെ ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചേച്ചി ഒറ്റയ്ക്ക് കൊണ്ടുവരുന്ന സാധനമാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ 8-10 പേരുണ്ട്. ഈ 8-10 പേരും കൂടെ വലിച്ചു നീട്ടിയിട്ട് പോലും അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ പുള്ളിക്കാരുടെ സ്ട്രെങ്ത് എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആർമിക്കും ഒന്നിനും ആക്ച്വലി വോട്ട് ചെയ്യാൻ പോലും സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല എന്ന് വേണം പറയാം. ചേച്ചിക്ക് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ നിന്നും ബാക്കിയുള്ള പ്രഷറിൽ നിന്നുമാണ് കൂടുതൽ കിട്ടുക. ഞങ്ങളധികം വോട്ടിന് വേണ്ടി ക്യാമ്പയിനോ അങ്ങനെയൊന്നും അധികം ചെയ്യാറൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടുണ്ട് എവിടേക്കൊക്കെ ഒരു 4 ഗ്രൂപ്പ് എന്നുണ്ട് ശോഭ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്കിപ്പം നമ്മളായിട്ട് ചെയ്ത് തുടങ്ങിയതല്ല, അത് ഓരോരുത്തർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരിയുടെ ക്യാരക്ടറും പുള്ളിക്കാരിയുടെ ഗെയിമും ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തുടങ്ങുന്നതായിരിക്കാം. നമുക്കൊരു 1-2 ആഴ്ച മുമ്പ് ചേച്ചി ചെറിയ സൂചനയൊക്കെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് അറിഞ്ഞൂടല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം. ഞാൻ ഈ 4 സീസൺ കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരാൾ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ബിഗ് ബോസിലോട്ട് സെലക്റ്റഡ് ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും എക്സൈറ്റഡ് ആയിരിക്കും. ഞങ്ങളെല്ലാം പറഞ്ഞു പോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ അതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളിക്കാരി പോയത്. അതുപോലെ ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല, അതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് പുള്ളിക്കാരിക്കുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ ടെൻഷൻ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചേച്ചിയുടെ ബേസിക്കായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വീവേഴ്സ് വില്ലേജ് ആണെങ്കിലും ഭൂമിക എന്ന് പറഞ്ഞൊരു NGO പുള്ളിക്കാരി ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ എൽഷിബ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികളുടെ ചാരിറ്റബിൾ സംഭവത്തിൽ പുള്ളിക്കാരി ആക്റ്റീവാണ്. അപ്പോൾ പുള്ളിക്കാരി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു എൻ്റർപ്രണറാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് 3 മാസം മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും, അതിനെ ഓരോരുത്തരെ ഏൽപ്പിക്കുക, അതിനെ എങ്ങനെയൊക്കെ ആക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തോട്ട് ബിഗ് ബോസിൽ പോയിട്ട് പുള്ളിക്കാരി അതിനൊന്നും സമയം കിട്ടിയില്ല. പുള്ളിക്കാരി അതിൽ വറീഡല്ലായിരുന്നു. ഞങ്ങളും പല പ്രാവശ്യം ചോദിച്ചിരുന്നു, എന്താ ചേച്ചി എന്തെങ്കിലും നോക്ക്, ഇങ്ങനെയാണ് അങ്ങനെയാണ്, പഴയ സീസൺ വല്ലതും കാണും. പുള്ളിക്കാരിയുടെ ഞാൻ എങ്ങനെയാണോ ഞാൻ അതുപോലെ അവിടെ പോയി നിൽക്കും എന്നുള്ളതാണ് പുള്ളിക്കാരുടെ അത് അറിഞ്ഞപ്പോൾ തൊട്ടുള്ള ആറ്റിറ്റ്യൂഡ്. തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പല പ്രാവശ്യവും പല സിറ്റുവേഷനിലും ഇപ്പോൾ ചേച്ചിയുടെ വാട്സപ്പിലൊക്കെ നോക്കി അറിയാം, നമ്മൾ മിക്കവാറും പല പ്രാവശ്യം അയച്ചിട്ടുണ്ടോ മിസ് യു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്കാണെങ്കിൽ ഒരു വിഷമം വരുമ്പം പെട്ടെന്ന് വന്ന് പറയാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഹോദരിയായിട്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പം നമുക്കൊരു പ്രശ്നം വരുന്ന സമയങ്ങളിൽ ചേച്ചി വല്ലാതെ മിസ് ചെയ്യും. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് എനിക്കിങ്ങനെ വരില്ലായിരുന്നു, എനിക്കിങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നുള്ള രീതിക്കാണെങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഒരു ഒഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമുക്ക് മിസ് ചെയ്യും, അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ആ സമയത്ത് ഇവിടെ അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശോഭചേച്ചി 10 വർഷമായി തുടങ്ങിയിട്ട് വീവേഴ്സ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ശോഭചേച്ചി വേറെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് രമ്യ എന്ന് പറഞ്ഞ ചേച്ചിയും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീവേഴ്സ് വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ കൈത്തറി മേഖലയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക, അവർക്ക് സഹായം, അവർക്കൊരു പ്ലാറ്റ്ഫോം എന്നുള്ള ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് വെച്ചാണ് ഞാനീ പറയുന്നത്. വീവേഴ്സ് വില്ലേജിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാലരാമപുരത്ത് നിന്നുള്ള ലൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒറിജിനൽ ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ വാങ്ങി നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് അവരെ കൊണ്ട് നെയ്ത് വാങ്ങിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ തുണിത്തരങ്ങളെ ലോക പ്രശസ്തമായ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ചെയ്യുന്ന ഡിസൈൻസ്, ഫാഷൻ ഡിസൈനേഴ്സ് ചെയ്യുന്ന ഡ്രസ്സുകൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര വർഷമായി എന്തൊക്കെ പ്രോഡക്റ്റാണ്? വിവേഴ്സ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 10ാമത്തെ വർഷമാണ്. എക്സാക്ട്ലി ഇത് 10ാമത്തെ വർഷമാണ്. 10ാമത്തെ വർഷത്തിൻ്റെ സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് പുള്ളിക്കാരി ബിഗ് ബോസിലോട്ട് പോകുന്നത്. ചേച്ചിയുടെ കപ്പിൻ്റെ സെലിബ്രേഷനും നമ്മുടെ 10ാമത്തെ വർഷത്തിൻ്റെ സെലിബ്രേഷനും ഒരുമിച്ച് നടത്താനുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ.